നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം. മെയ് 7-ാം തീയതി നമ്മൾ ലോക ആസ്മ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നമ്മൾ ആസ്മ ഡേ ആയിട്ട് ആഘോഷിക്കാറുള്ളത്. ഈ വർഷത്തെ ആസ്മ ഡേയുടെ തീം എന്ന് പറയുന്നത് ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നാണ്. അതിൻ്റെ അർത്ഥം തന്നെ ആസ്മ എന്ന രോഗത്തെ പറ്റിയുള്ള നമ്മുടെ അവബോധം നമ്മൾക്ക് ആ രോഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും ആ രോഗത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കുവാനും അത് സാധിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖം എന്തുകൊണ്ട് വരുന്നെന്ന് മനസ്സിലാക്കിയാൽ അസുഖം വരാതെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആസ്മയുള്ള ഒരു രോഗി, ആസ്മ രോഗമുണ്ടെങ്കിൽ എന്തൊക്കെ ചികിത്സകൾ എടുക്കണം, അതുപോലെ എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യണം, എപ്പോഴാണ് നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം തന്നെ ഈ ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്ന തലക്കെട്ടിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആസ്മ എന്ന രോഗം നമുക്കറിയാം, നമുക്ക് വളരെ കോമൺ ആയിട്ട് നമുക്കറിയാവുന്നൊരു രോഗം തന്നെയാണ് ആസ്മ. എന്തുകൊണ്ട് ആസ്മ വരുന്നത് നമുക്കറിയാം, അത് പൊടിയോ അല്ലെങ്കിൽ തണുപ്പ് കാലത്തോ ആയിരിക്കും കൂടുതലായി കാണുന്നത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ആസ്മയുടെ രോഗം കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാമ്പ്രാണി, ചന്ദനത്തിരി, കൊതുകുതിരി അതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുകൾ അടിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പോളൻ എക്സ്പോഷർ, അതായത് പൂമ്പൊടിയുടെ എക്സ്പോഷർ ഉണ്ടായാൽ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസോ സെൻസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൊടി എല്ലാം കൊണ്ടും തന്നെ നമുക്ക് ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് ആസ്മ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസീസാണ്, അതായത് നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണ്. എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും ആസ്മ രോഗം ബാധിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അത് ചിലരിലുണ്ടാകാം, ചിലരിലുണ്ടാകാതിരിക്കാം. അപ്പോൾ ഒരാൾക്ക് ആസ്മ ഉണ്ടെങ്കിൽ അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് രാത്രി കാലങ്ങളിലെ ചുമയും നമ്മുടെ നെഞ്ചിൻ്റെ മുറുക്കവും വീസിങ് അല്ലെങ്കിൽ വിസിലടിക്കുന്നത് പോലത്തെ ശബ്ദവും ഒക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴുള്ള കിതപ്പ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ആസ്മ രോഗത്തിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആസ്മ രോഗമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ നിർണ്ണയിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലങ്സിൻ്റെ ഫങ്ഷൻ ചെയ്ത് നോക്കുക, PFT എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. PFT എന്ന ടെസ്റ്റ് നമുക്കിപ്പോൾ സർക്കാർ ആശുപത്രികളിലും എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നമുക്ക് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. അത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഒന്നുമല്ല, നമ്മുടെ സാധാരണ ഊതുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾക്ക് ആസ്മയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാൻ സാധിക്കും. ചില ആളുകൾക്ക് മാത്രം നമുക്ക് CT സ്കാൻ പോലെ എടുക്കേണ്ടതായിട്ട് ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലെ അലർജി ലെവൽസും നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അലർജി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അലർജി ടെസ്റ്റ് തന്നെ നമുക്ക് പല ആശുപത്രികളിലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനോടാണ് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അത് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ആസ്മയെ കൺട്രോൾ ചെയ്ത് പോകുവാൻ സാധിക്കും. അതുപോലെ ഒരു ആസ്മ രോഗിയുടെ ചികിത്സയിൽ പ്രധാനപ്പെട്ടത് ഇൻഹേലർ മരുന്നാണ്. ഇൻഹേലർ നമ്മൾക്ക് കോവിഡൊക്കെ വന്നതിന് ശേഷം പലരും നമ്മുടെ ഇടയിൽ ഇൻഹേലർ മരുന്ന് ഉപയോഗിച്ചവരാണ്. പക്ഷേ ഇൻഹേലർ മരുന്നിനെ പറ്റിയുള്ള ഇപ്പോഴും പല പേടികളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ചികിത്സ വളരെ സേഫായിട്ടൊരു ചികിത്സാ രീതി തന്നെയാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകളുടെ അംശം എന്ന് പറയുന്നത് നമ്മളൊരു ഗുളികയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുമൂലം തന്നെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ ഇൻഹേലർ മരുന്ന് നമുക്ക് രണ്ട് വിധത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പൊടി രൂപത്തിൽ, ഡ്രൈ പൗഡർ ഇൻഹേലർ എന്ന് പറയും, മറ്റേത് നമ്മൾ സ്പ്രേ രൂപത്തിൽ. അപ്പോൾ ഡോക്ടർ എന്താണ് നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇൻഹേലർ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇൻഹേലർ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് എടുക്കേണ്ടതാണ്. നമുക്ക് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ചുമയോ വരുമ്പോൾ തൽക്കാലമായിട്ട് എടുക്കേണ്ടത് ഇൻഹേലർ മരുന്നിൻ്റെ പേരാണ് നമ്മൾ റിലീവർ എന്ന് പറയുന്നത്. അല്ലാതെ കൺട്രോളറാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് നമുക്ക് അസുഖം വരാതിരിക്കാൻ നമ്മൾ ഇൻഹേലർ എല്ലാ ദിവസവും എടുക്കേണ്ടതും ആവശ്യമാണ്. ഇൻഹേലർ മരുന്നിനെ പറ്റിയുള്ള പിന്നെ ഒരു തെറ്റായ വിചാരമാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതം മൊത്തമായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനത്തെ മരുന്നൊന്നുമല്ല ഇൻഹേലർ എന്ന് പറയുന്നത്. ഇൻഹേലർ മരുന്ന് നമ്മുടെ സിംറ്റം കൺട്രോൾ അനുസരിച്ച് ഡോക്ടറിന് നമുക്ക് അത് കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇൻഹേലർ മരുന്നിനെ പറ്റി ഒരു ഭയവും വേണ്ട. ഒരു ഇൻഹേലർ മരുന്ന് എടുക്കുന്നതിനെ പറ്റി പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യവും ഇല്ല. നമുക്ക് ആസ്മ ചികിത്സിച്ചില്ലെങ്കിൽ എന്തൊക്കെ വരാമെന്ന് നോക്കാം. ആസ്മ ചികിത്സിച്ചില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ശ്വാസമുട്ട്, അതായത് COPD എന്ന രോഗത്തിലേക്ക് അത് വഴി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആസ്മ തന്നെ തീവ്രമായാൽ നമുക്ക് ചിലപ്പോൾ ICU അഡ്മിഷൻ, ഓക്സിജൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ വെന്റിലേറ്ററിൻ്റെ സഹായമെല്ലാം ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കാനും, ഒരു ആസ്മ രോഗി അൺകൺട്രോൾഡ് ആയിട്ട് നിന്നാൽ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാനും സാധ്യതയുണ്ട്.
അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ആസ്മ രോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമുക്കൊരാൾക്ക് ആസ്മയുണ്ടെന്ന് വെച്ചാൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഇൻഹേലർ മരുന്നെടുത്ത് നമുക്കുണ്ടാകുന്ന നമ്മുടെ പൊടി അല്ലെങ്കിൽ തണുപ്പ് നമ്മൾ എന്തിനോടാണ് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതും അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഒരു നോർമൽ ലൈഫ് തന്നെ നമുക്ക് ലീഡ് ചെയ്യുവാൻ സാധിക്കും.